രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ ചെങ്കൽ സുധാകരൻ സർ. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ടീം എ, അമൃത വിദ്യാലയം കൊയിലാണ്ടി. ടീം ബി, MGMHS പൂഴനാട് തിരുവനന്തപുരം. നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. ഋഷിക. ഋഷിക ഏത് ക്ലാസ്സിലാണ് ഋഷിക പഠിക്കുന്നത്? 10th. ആയുഷി 9th. പറയൂ. ആൻസി 9th. നിമ്മി 8th. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: സീതാ വിരഹിതനായ ശ്രീരാമൻ വസന്ത ശോഭിതമായ പമ്പാ തീരത്തു വച്ച് തന്റെ വിരഹവേദന പറഞ്ഞ് വിലപിക്കുന്നത് ആരോടാണ്? എ, പ്രകൃതി പ്രതിഭാസങ്ങളോട്. ബി, പമ്പയിലെ മുനിമാരോട്. സി, ശബരിയോട്. ഡി, ലക്ഷ്മണനോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, ലക്ഷ്മണനോട്. ഓപ്ഷൻ ഡി, ലക്ഷ്മണനോട് നമ്മൾ ലോക്ക് ചെയ്യുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ബാലിയോട് യുദ്ധം ചെയ്യുന്നതിനായി ഏത് രൂപത്തിലാണ് ദുന്ദുബി കിഷ്കിന്ധയിലെത്തിയത്? എ, രാക്ഷസ രൂപത്തിൽ. ബി, മഹിഷ രൂപത്തിൽ. സി, അസുര രൂപത്തിൽ. ഡി, പർവ്വത രൂപത്തിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി, അസുര രൂപത്തിൽ. ലോക്ക് ചെയ്യട്ടെ. അപ്പൊ ലോക്ക് ചെയ്യുന്നു സി, അസുര രൂപത്തിൽ. എനിവേ നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. സോ സെയിം ക്വസ്റ്റ്യൻ എക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ അതാണ്: ബാലിയോട് യുദ്ധം ചെയ്യുന്നതിനായി ഏത് രൂപത്തിലാണ് ദുന്ദുബി കിഷ്കിന്ധയിൽ എത്തിയത്? എ, രാക്ഷസ രൂപത്തിൽ. ബി, മഹിഷ രൂപത്തിൽ. ഡി, പർവ്വത രൂപത്തിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി, മഹിഷ രൂപത്തിൽ. ബി, മഹിഷ രൂപത്തിൽ നമ്മൾ ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ടീം എയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ അതാണ്: സുഗ്രീവനുമായി യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് ബാലി താരയ്ക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എന്താണ് ആ ഉറപ്പ്? എ, ചതിയിൽപ്പെടാതെ തിരിച്ചുവരും. ബി, യുദ്ധത്തിൽ സുഗ്രീവന് ജീവഹാനി വരുത്തുകയില്ല. സി, സുഗ്രീവനല്ല ആരു തന്നെ ശത്രുവായി വന്നാലും നശിപ്പിക്കും. ഡി, കിഷ്കിന്ധയിൽ സുഗ്രീവന് അടുക്കാൻ ഇടം കൊടുക്കില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി, ആരു തന്നെ ശത്രുവായി വന്നാലും നശിപ്പിക്കും. ആര് വന്നാലും നശിപ്പിക്കും. ഓക്കെ, നമ്മളത് ലോക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുകയാണ്. ചോദ്യം ഇതാണ്: സുഗ്രീവനുമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ബാലി താരയ്ക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എന്താണ് ആ ഉറപ്പ്? ചതിയിൽപ്പെടാതെ തിരിച്ചുവരും. യുദ്ധത്തിൽ സുഗ്രീവന് ജീവഹാനി വരുത്തുകയില്ല. ഡി, കിഷ്കിന്ധയിൽ സുഗ്രീവന് അടുക്കാൻ ഇടം കൊടുക്കുകയില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, കിഷ്കിന്ധയിൽ സുഗ്രീവനെ അടുക്കാൻ ഇടം കൊടുക്കില്ല. ഞാൻ ലോക്ക് ചെയ്യട്ടെ. ഞാൻ ലോക്ക് ചെയ്തു. കിഷ്കിന്ധയിൽ സുഗ്രീവനെ അടുക്കാൻ ഇടം കൊടുക്കില്ല. പക്ഷെ അതെനിക്ക് തോന്നി നിങ്ങൾ എന്തായാലും ഡി എ പറയുള്ളൂ എന്ന്. കാരണം ഞങ്ങൾക്ക് നേരത്തെ ആൻസർ തന്നപ്പോൾ ഞങ്ങൾ നോക്കിയാ വച്ചിരുന്നത്. ഡി ആണ് നിങ്ങൾ നോക്കി വെച്ചത്. ഞങ്ങൾ അതാണ് നോക്കി വെച്ചത്. അപ്പൊ അവര് സി ആണ് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾക്ക് ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഓക്കെ, എനിവേ നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം. സുധാകരൻ സർ. ശരിയായ ഉത്തരം ബി ആണ്. സുഗ്രീവന് ജീവഹാനി വരുത്തുകയില്ല എന്ന ഒരു ഉറപ്പാണ് കൊടുത്തത്. യുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന ഒരാളെ നിരുപാധികം വിട്ടുകളയുകയില്ല. ആര് യുദ്ധത്തിന് വന്നാലും ഞാൻ ചെറുക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഞാനിതാ ഉറപ്പ് തരുന്നു, എൻ്റെ അനുജനാണ്, അവനെ ഞാൻ വധിക്കുകയില്ല എന്ന്. ഇതാണ് ഈ സന്ദർഭത്തിന് ഉള്ള ഉത്തരം. താങ്ക് യു സർ.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ശ്രീരാമന് മിത്രധർമ്മമായി തങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാണ് ഹനുമാൻ സുഗ്രീവനോട് പറയുന്നത്? എ. മഴയിൽ രക്ഷയണയ്ക്കുക. ബി. മനസമാധാനം കൊടുക്കുക. സി. സീതയെ തിരയാൻ വേണ്ടതു ചെയ്യുക. ഡി. രാക്ഷസന്മാരെ വധിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി സീതയെ തിരയാൻ വേണ്ടത് ചെയ്യുക. ഓപ്ഷൻ സി സീതയെ തിരയാൻ വേണ്ടത് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധ കാണ്ഡത്തിലെ അവസാനത്തെ മുഹൂർത്തം ഏതാണ്? സമ്പാദിയുടെ പ്രവേശം. ബി. വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത്. സി. ഹനുമാൻ ലങ്കയിലേക്ക് എടുത്തു ചാടിയത്. ഡി. രാവണന്റെ സീതാ സന്ദർശനം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ. സമ്പാദിയുടെ പ്രവേശം. എ. സമ്പാദിയുടെ പ്രവേശം നമ്മൾ ലോക്ക് ചെയ്തു. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സെയിം ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധ കാണ്ഡത്തിലെ അവസാനത്തെ മുഹൂർത്തം ഏതാണ്? ബി. വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത്. സി. ഹനുമാൻ ലങ്കയിലേക്ക് എടുത്തു ചാടിയത്. ഡി. രാവണന്റെ സീതാ സന്ദർശനം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത്. ഓക്കെ, ബി. വാനരന്മാർ പ്രായോപവേശത്തിന് തീരുമാനിച്ചത് നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആർക്ക് ചോദിക്കും? ജഡ്ജസിനോട്. സുധാകരൻ സർ. സി ആണ് ശരിയായ ഉത്തരം. ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത്. വാൽമീകി രാമായണം വായിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായി എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടുതലും നിങ്ങൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് വായിച്ചു പോയത്. 2 പേർക്കും മാർക്കൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിശ്വവിമോഹന രൂപിണിയാക്കിയ വിശ്വകർമാത്മജ ആരാണ് ഈ പറയുന്ന വിശ്വകർമാത്മജ? എ. മേനക. ബി. ഹേമ. സി. ശകുന്തള. ഡി. കാദംബരി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി കാദംബരി. ഓപ്ഷൻ ഡി കാദംബരി നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ബി ഉത്തരം പറഞ്ഞില്ല. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വിശ്വവിമോഹന രൂപിണിയാക്കിയ വിശ്വകർമാത്മജ ആരാണ് ഈ പറയുന്ന വിശ്വകർമാത്മജ? എ. മേനക. ബി. ഹേമ. സി. ശകുന്തള. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി ഹേമ. ബി ഹേമ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ബി ഹേമ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. സുധാകരൻ സർ. ഇവിടെ സംഭവിച്ച ഓർമ്മിക്കണം. സീതാന്വേഷണാർത്ഥം സഞ്ചരിച്ച് ദാഹം കൊണ്ട് വലഞ്ഞ് വിശപ്പ് കൊണ്ട് ക്ഷീണിച്ച് കണ്ട ഒരു ഗഹ്വരത്തിലേക്ക്, ഒരു ഗുഹയിലേക്ക് അവർ കയറി പോവുക. അവിടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു നഗരം പോലെ ശോഭനീയമായൊരു സ്ഥലം കണ്ടു. അവിടെയാണ് സ്വയംപ്രഭ ഉണ്ടായിരുന്നത്. അവർ ഈ സ്ഥലത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുകയാണ്. ഹേമ ഒരു ദേവനർത്തകിയാണ്. ഹേമ സാധാരണ വായനക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. നന്നായി ആ ഉത്തരം പറഞ്ഞത്. താങ്ക് യു സർ. ഇവിടെ ഈ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ടീം എ എത്ര മാർക്കാണ് നേടിയിരിക്കുന്നത്. ടീം എ നേടിയിരിക്കുന്നത് 4 മാർക്കാണ്. ടീം ബി നേടിയിരിക്കുന്നത് 2 മാർക്കാണ്. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം. നമുക്ക് സ്കൂളുകളെ പരിചയപ്പെടാം. ടീം എ അമൃത വിദ്യാലയം കൊയിലാണ്ടി. ടീം ബി MGMHS പൂഴനാട് ട്രിവാൻഡ്രം. നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പരിചയപ്പെട്ടു. എന്നാലും പേര് പറയൂ. ഋഷിക. ഓക്കെ, പേര് പറഞ്ഞോളൂ. ഹരിപ്രിയ. ഹരിപ്രിയ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. 9th. ജോസ്ന. ജോസ്ന ഏത് ക്ലാസ്സിലാണ്? 8th. നിമ്മി 8th. തുടങ്ങല്ലേ? റെഡിയാണ്? താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. നാരീമണിയായ
ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയെന്നൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം. ആശയം വിശദീകരിച്ചോളൂ. അതായത് സീതാവിയോഗത്തിൽ ദുഃഖിതരായ ശ്രീരാമ ലക്ഷ്മണന്മാർ അവർ സുഗ്രീവനെ കണ്ടുമുട്ടുന്നു. ആ സമയം ശ്രീരാമൻ സുഗ്രീവന് വാഗ്ദാനം നൽകുന്നു. അതായത് സുഗ്രീവനെ ബാലിയിൽ നിന്നും രക്ഷിക്കാമെന്നും പിന്നെ മറിച്ച് സുഗ്രീവൻ ശ്രീരാമനോട് പറയുന്നു, അതായത് ചെയ്യുന്നതിന് പകരം ഞാൻ സീതയെ രാവണനിൽ നിന്നും രക്ഷിക്കാമെന്നും ഇവിടെ ശ്രീരാമ ലക്ഷ്മണന്മാരും സുഗ്രീവനും കൂടി പറയുന്നു. ആലപിച്ച ആ ഒരു സുഖം ഉണ്ടായിരുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. എനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, ആലാപനം നന്നായിരുന്നു. താങ്ക് യു. മറ്റേൽ ഭയങ്കര കൺഫ്യൂഷൻ, ഇങ്ങനെ അല്ലേ, നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഭാഷാപരമായ ഒരു സവിശേഷത നിങ്ങളിവിടെ കാണുന്നു. മിത്രമായി വേല ചെയ്യാം തവാജ്ഞയാൽ. ഏതും ഇത് നിരൂപിച്ച് ക്ലേശിക്കരുത്, ആധികളൊക്കെ അകറ്റുവൻ നിർണയം. സന്ദർഭത്തിൽ വളരെ ശ്രേഷ്ഠനായ യോദ്ധാവാണ് രാമൻ. ഏത് ശത്രുവിനെയും നിഗ്രഹിക്കാൻ പറ്റിയ ആളാണ്. പക്ഷേ സീതാവിരഹത്താൽ ആ ശക്തി നഷ്ടപ്പെട്ടവനെ പോലെ കാണുകയും എന്നാൽ ബാലിയെ നിഗ്രഹിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് സുഗ്രീവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രാമൻ പരമ ആരാധ്യനായ ശക്തിയാണ് എന്ന് സുഗ്രീവന് മനസ്സിലായി. ആ രാമനോടുള്ള വിധേയഭാവത്തിൻ്റെ വിശിഷ്ടത കാണാം ആ വരികളിൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാർക്കറിയണ്ടേ? ശ്രീകുമാർ സാർ, 10-ൽ 5 മാർക്കാണ്. 10-ൽ 5 മാർക്ക്. നേടിയിരിക്കുന്നത് 10 മാർക്കാണ്. അടുത്തത് ടീം ബിയോടാണ്. ടീം ബിയുടെ കാവ്യം സ്ക്രീന്. ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമേന്തേനു ലഭിച്ചതുകൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ. വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനി. വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനി. ആശയം വിശദീകരിച്ചോളൂ. ബാലി രാമനോട് പറയുന്നതാണ് പ്രസ്തുതം. അങ്ങ് ധർമ്മിഷ്ഠനാണെന്നത്രേ ലോകത്തിലുള്ള നിർമ്മലന്മാർ പറയുന്നത്. ഒരു കാരണവുമില്ലാതെ കാട്ടാളനെ പോലെ ഒരു കുരങ്ങനെ ചതിച്ചു കൊന്നതുകൊണ്ട് എന്ത് ധർമ്മമാണ് അങ്ങ് നേടിയത്? എന്നെ കൊന്നതുകൊണ്ട് എന്ത് ധർമ്മമാണ് അങ്ങേക്കുണ്ടായത്? വാനരമാംസം ഭക്ഷ്യയോഗ്യമല്ല, പിന്നെ എന്താണ് ഇങ്ങനെ തോന്നിയത്? ഓക്കെ, എനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ, ഒരു കൊച്ചു നഴ്സറി കുട്ടികളിങ്ങനെ തപ്പിത്തിടഞ്ഞ് പറയില്ലേ, ഏത് ക്ലാസ്സിലാ? എയ്ത്തിലല്ലേ പഠിക്കണേ? ബാലി രാമനോട് ഇങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈലാണ്. ബാലി രാമനോട് പറയുന്നതാണല്ലേ. ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ.
വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. ചൊല്ലിയത് തെറ്റുകൂടാണ്ട് ചൊല്ലി, പക്ഷെ അതിനകത്തൊരു താളം വരുത്താൻ ശ്രമിച്ചു. ആ താളം വരുത്തിയപ്പോൾ ചില വാക്കുകൾ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ഓൾ ദി ബെസ്റ്റ്. ഈ ഭാഗം ചൊല്ലിയപ്പോൾ അമ്പേറ്റ് കിടക്കുന്ന ബാലിയാണ്. വളരെയേറെ വേദന അതിന്മൂലം അനുഭവിക്കുന്നു. ലോകപ്രശസ്തനായ ധർമ്മിഷ്ഠനാണ് രാമൻ. പക്ഷേ എന്തിനാണ് എന്നെ നിർമൂലം ഇങ്ങനെ കൊന്നത് എന്നാണ് ചോദ്യം. കോപവും താപവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരാളുടെ വാക്കാണിത്. അതിന് യോജിച്ച ഒരു താളാത്മകത കുഞ്ഞു വായിച്ചപ്പോൾ ഉണ്ടാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറെ കൂടി കഴിയുമ്പോൾ ശ്രദ്ധയോടെ വായിച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാർക്കറിയണ്ടേ? ഓക്കെ, ശ്രീകുമാർ സർ. 10-ൽ 4 മാർക്ക്. സുധാകരൻ സർ. ഞാൻ 10-ൽ 3 മാർക്ക്. സോ 7 മാർക്കാണ് ടീം ബി നേടിയിരിക്കുന്നത്.
ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ശ്രീകുമാർ സർ. തീം നല്ലവണ്ണം കൺസീവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യം നിങ്ങൾ ഈ രാമൻ ഹനുമാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പിന്നെ ഇങ്ങനെ സീതയെ രാവണൻ കെട്ടുകൊണ്ട് പിന്നെ ഇങ്ങനെ പോയി എന്നുള്ളത് നിങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതാണ് അതൊരു പെർഫോമൻസ് കുറച്ചുകൂടെ സ്കിൽഫുൾ ആയിട്ടൊരു സാധനം കുറച്ചുകൂടെ വേണ്ടിയിരുന്നു എന്നൊരു സംശയമുണ്ട്. ഈ ഒരു ആ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു പ്രശ്നമാണ്. നമുക്കറിയാം അതിനകത്ത് കൺസീവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടി. ആ കൺസീവ് ചെയ്ത ആൾക്കാണ് അതിന് ഒരു ക്രെഡിറ്റ്. കുറച്ചുകൂടെ നമുക്ക് ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പുള്ള ഒരു പ്ലോട്ടായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സുധാകർ സർ. ആകുന്ന വിധത്തിൽ നിങ്ങൾ അഭിനയിച്ചു എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ നിങ്ങളിൽ എല്ലാവരിലും കണ്ട ഒരു പ്രത്യേകത ആശയാനുമുഖമായി വരുന്ന മുഖഭാവ വ്യത്യാസം പലരിലും ഇതായിരുന്നു. ദൂരെ നിന്ന് വരുന്ന രാമലക്ഷ്മണന്മാർ ആരെന്ന് ഉത്കണ്ഠയോടെ ഇരിക്കുന്ന സുഗ്രീവനെ നമ്മൾ നോക്കുമ്പോൾ സുഗ്രീവൻ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നോക്കിയിരിക്കുന്നേ ഉള്ളൂ. ഉത്കണ്ഠ പ്രകാശിതമായില്ല ഒന്ന്. അതുപോലെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കും ഇതേ സംഭവമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആൾ എങ്ങനെയാണ് എന്നറിയണം. ഹനുമാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാം. അറിഞ്ഞതുകൊണ്ട് ആ ഉത്കണ്ഠ മെല്ലെ മെല്ലെ മാറി മുഖത്ത് പ്രകാശിതമാകണമായിരുന്നു രാമലക്ഷ്മണന്മാർക്ക്. പക്ഷെ ആ ഭാവവ്യത്യാസം കാണാൻ പറ്റിയില്ല. പൊതുവിൽ കാണാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. എന്നാൽ ഹനുമാൻ രണ്ടുപേരെയും തോളിലേറ്റ് വരുന്ന ഒരു രംഗമുണ്ട്. ഹനുമാൻ ആളല്പം ചെറുതാണെങ്കിലും രണ്ടുപേരെയും തോളിലോട്ട് ഏറ്റി വരുന്ന സന്ദർഭത്തിന് ഒരു ധൈര്യം ഹനുമാൻ കൊടുക്കുന്നു. ആ വരവിന് വളരെ സ്വാഭാവികതയുണ്ടായിരുന്നു. അത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ചു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് മാർക്കിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 13 out of 20. താങ്ക് യു സർ. സുധാകർ സർ. 13 out of 20. 13 out of 20. ഓക്കെ, താങ്ക് യു സർ. അങ്ങനെ 26 മാർക്കാണ് നേടിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.